ഹായ് ഹലോ. അപ്പോൾ ഏകദേശം ഒരു 10 മാസത്തിൽ കൂടുതലായി ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് അതിഥി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സ് ഇടാറുണ്ട്. ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് അശോക ചക്രമാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു മെഡിസിൻ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലൊരു കട്ടിയുള്ളൊരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേപ്പറാണ് ഞാൻ അശോക ചക്രം വരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിതുപോലെ ഓരോ പോയിൻറ്റ്സ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് സെൻറ്റർ പോയിൻറ്റ് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഇപ്പോൾ വരച്ചിട്ടുള്ള 2 ലൈനിൻ്റെ സെൻറ്ററിൽ കൂടെ ഓരോ ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 8 ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓരോ 8 ലൈൻസിൻ്റെയും ഇടയിലായിട്ട് 2 പോയിൻ്റ് അടയാളപ്പെടുത്തുക. കണ്ടില്ലേ? ഇതുപോലെ 2 പോയിൻ്റ് അടയാളപ്പെടുത്തി ഈ 2 ലൈൻസിൻ്റെ ഇടയിലായിട്ട് ഈ 2 ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് സൈസിൽ 24 ലൈൻസും അശോക ചക്രത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം 2 ലൈൻസിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലൈറ്റായിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി അത് കുറച്ചും കൂടി ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു കർവ് ഷേപ്പിൽ. അപ്പോഴാണ് നമ്മുടെ അശോക ചക്രത്തിന് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അശോക ചക്രത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു അശോക ചക്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേറെ ക്രാഫ്റ്റ് വീഡിയോസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്